ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു പൊന്നീസ് ലെഷർ ടൈം. നമുക്ക് ഇന്നൊരു നേന്ത്രപ്പഴത്തിൻ്റെ അട ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വലിയവർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണിത്. നേന്ത്രപ്പഴം, ശർക്കര, തേങ്ങ, ജീരകം, ഏലയ്ക്ക, നെയ്യ് വേണ്ടെങ്കിൽ നന്നായിട്ട് നേന്ത്രപ്പഴ അട ഉണ്ടാക്കാം. അതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചാൽ നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞ് കോക്കനട്ട് തിരുമിയും ശർക്കര ചെറുതായിട്ട് പൊടിച്ചിട്ടും ഏലക്കയും ജീരകവും പൊടിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ നല്ല പരുവത്തിലാക്കി വയ്ക്കണം. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി വീറ്റ് പൗഡർ എടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നൈസായിട്ട് കലക്കിയെടുക്കണം. കലക്കി നൈസായിട്ട് വേണം ഇത് അപ്പം തയ്യാറാക്കാനായിട്ട്. അതിന് ശേഷം ഇത് തവയിലൊഴിച്ച് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടതിന് ശേഷം ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ അതിലേക്ക് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തതിന് ശേഷം അത് മടക്കി അപ്പുറം ഇപ്പുറം ഒന്നുകൂടെ നെയ്യൊഴിച്ച് മൊരിച്ച് എടുത്ത് ഉപയോഗിക്കണം. ഇത് കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇങ്ങനെയാണിത് തയ്യാറാക്കേണ്ടത്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഫുഡ് കഴിക്കാൻ മടിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ ഇതിൻ്റെ സ്മെല്ല് കേട്ട് നന്നായിട്ട് കഴിക്കും. ഇപ്പോൾ സ്കൂൾ തുറന്ന ടൈമൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് നല്ല വിശപ്പായിരിക്കും. മഴയൊക്കെ അല്ലേ, നല്ല വിശപ്പായിരിക്കും. അവർ നല്ല ഇഷ്ടത്തോടു കൂടെ ഇത് കഴിക്കും. അതുകൊണ്ട് ഇത് തയ്യാറാക്കി കൊടുക്കുക. നേന്ത്രപ്പഴ അട നല്ല സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. ഇത് തയ്യാറാക്കുന്ന വേറെ ആരുമല്ല, എൻ്റെ സെക്കൻഡ് സിസ്റ്റർ സെൽ ടാക്സ് അസിസ്റ്റൻ്റ് കമ്മീഷണറായിട്ട് റിട്ടയർഡ് ചെയ്ത ചേച്ചിയാണ്. ചേച്ചി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുകയാണ്. സർവീസിലുണ്ടായിരുന്നപ്പോൾ ഇഷ്ടാനുസരണം കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഇപ്പം മനസ്സ് നിറഞ്ഞുണ്ടാക്കിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടോ നല്ല ഇതുപോലെ വേണം മടക്കി അപ്പുറം ഇപ്പുറം മുരിച്ച് തയ്യാറാക്കി എടുക്കാനായിട്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.